all, this is Cock. Hi all, this is Cock. ഈ കൊച്ചർക്കം പറഞ്ഞതിന്റെ പേര് നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ അറിയാം. പണ്ഡിറ്റ് കരിമ്പാറ സുരേഷ് ഗോപിന്റെ മോനെ പട്ടികളെ. ഇതിന് മാധവ് സുരേഷ് വന്നിട്ട് എന്തൊക്കെ ഈ പറയുന്നേ? കോണ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചതേ 1 ലക്ഷം രൂപ അവിടെ തന്നെ പാളിയില്ലേ അല്ലേ? കൊണ്ട് തണ്ണാക്കില്ലല്ലേ അശ്വന്ത് കോക്ക്? പക്ഷെ അശ്വന്ത് കോക്കിന് സത്യസന്ധമായിട്ട് പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് അശ്വന്ത് കോക്കിന്റെ റിയാക്ഷൻ കണ്ടാൽ അറിയാം. അപ്പന്റെ ബലം കണ്ട് മോനൊക്കെ മുട്ടാൻ നിക്കത്തില്ല. മാധവ് സുരേഷിന് ഒരു പാളിച്ച പറ്റി. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഈ അശ്വന്ത് കോക്കിന് 1 ലക്ഷം രൂപയുടെ ആവശ്യമില്ല. അശ്വന്ത് കോക്കിന്റെ ഒരു രോമത്തിൽ പോലും 1 ലക്ഷം രൂപ ഏക്കത്തില്ല. Hi all, this is Cock. ഈ പേരും ഈ ശബ്ദം അറിയാത്ത മലയാളികളായി ആരും തന്നെ ഇല്ല. അംഗവട്ടകാസം എന്ന സിനിമയ്ക്ക് നല്ല റിവ്യൂ പറയാനായി അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അംഗവട്ടകാസം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും സുരേഷ് ഗോപിയുടെ മകനുമായിട്ടുള്ള മാധവ് സുരേഷും. കൊണ്ട് തണ്ണാക്കില്ലല്ലേ അശ്വന്ത് കോക്ക്? ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചതേ 1 ലക്ഷം രൂപ അവിടെ തന്നെ പാളിയില്ലേ അല്ലേ? അതെ, മിനിമം ഒരു വീഡിയോ ചെയ്താൽ കിട്ടും അശ്വന്ത് കോക്കിന്. അതായത് അശ്വന്ത് കോക്കിന്റെ ഒരു 5 മിനിറ്റ് വീഡിയോ കിട്ടും ഈ പറയുന്ന 1 ലക്ഷം. 5 മിനിറ്റ് അല്ല, 5 സെക്കൻഡ് എന്നും പറയാം. അതെ, പറയുമ്പം നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ 10 ലക്ഷം എന്നൊക്കെ പറയണല്ലേ? ഒരു കോടി അങ്ങ് ചോദിച്ചോട്ടെ, അല്ലെ 10 ലക്ഷം മിനിമം ചോദിച്ചോട്ടെ. അതെ, 1 ലക്ഷം കുണുവ. അശ്വന്ത് കോക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിക്കും ഈ 1 ലക്ഷം കൊടുത്താൽ പോലും ഈ അംഗവട്ടകാസം എന്ന് പറയുന്ന സിനിമ ആരും കാണത്തില്ല. അത്രയും തീട്ടപ്പടമാണ്. എനിക്ക് പടത്തിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെന്നെ പറ്റാത്ത മോശപ്പടത്തെ മോശപ്പടം എന്ന് തന്നെ ചിത്രീകരിക്കും. നിമിഷ അശ്വന്ത് കോക്കിന്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്. അതെ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിമിഷയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അശ്വന്ത് കോക്കിന് അതിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നി പറഞ്ഞ മാധവ് സുരേഷിനും പ്രൊഡ്യൂസറിനും അശ്വന്ത് കോക്കിന്റെ റേഞ്ച് മനസ്സിലായിട്ടില്ല. കാരണം 1 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആകാനില്ല അല്ലെ? 10 ലക്ഷം കൊണ്ടും ഒന്നും ആവാനില്ല. അതിനേക്കാൾ ഏൺ ചെയ്യുന്ന ഒരാളായിരിക്കും അശ്വന്ത് കോക്ക്. രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല ഈ 1 ലക്ഷം രൂപ കൊണ്ട്. അപ്പൊ അവിടെ തന്നെ അത് പാളിപ്പോയി. പിന്നെ ഒരു നല്ല പടമാണെങ്കിൽ ആര് പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. നല്ല പടമാണെങ്കിൽ കയറിപ്പോകും. അതായത് അശ്വന്ത് കോക്ക് പറയുന്ന റിവ്യൂ തന്റെ സ്വന്തം അഭിപ്രായം പറയുന്നത്, അതല്ലാതെ നിമിഷയുടെ അജിം വർഗീസിന്റെ അഭിപ്രായം കേട്ടിട്ടല്ല പറയുന്നത്. പക്ഷേ ഈ അശ്വന്ത് കോക്കിന്റെ റിവ്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കത് വർക്ക് ആവാറുണ്ട് കേട്ടോ. ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, ജെന്യൂൻ റിവ്യൂസ് ആയിട്ട് തോന്നിയിട്ടുമുണ്ട്. കാരണം എനിക്കത് വർക്കായിട്ടുണ്ട്. അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ പടം എനിക്കും വർക്കായിട്ടില്ല. പക്ഷെ ചില സമയത്തൊക്കെ ചിലത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആണെന്ന് പറയത്തില്ലേ, അശ്വന്ത് കോക്കിന് വർക്കായിട്ടില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പറഞ്ഞത്രയൊന്നും ഇല്ല, കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ, അശ്വന്ത് കോക്കിന് ഒരു പടം ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ സീക്രട്ട് ഏജന്റിന് ഇഷ്ടമായിരിക്കും. സീക്രട്ട് ഏജന്റിന് ഒരു പടം ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ ഉണ്ണി വ്ലോഗ്സിന് അത് ഇഷ്ടമായിരിക്കത്തില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറയുന്നത്. അവിടെ കഴിവില്ലാത്ത, അഭിനയത്തിന്റെ ABCD അറിയാത്ത, അപ്പന്റെ ബലം കണ്ട് അപ്പന്റെ കഴിവ് കണ്ട് മോനൊക്കെ മുട്ടാൻ നിൽക്കത്തില്ല. മാധവ് സുരേഷ് പടം എന്താന്നും സിനിമ അഭിനയം എന്താന്നും പോയി പഠിച്ചിട്ട് വാ. അഭിനയിക്കാൻ അറിയത്തില്ല, ഈ പരിപാടിക്ക് നിൽക്കില്ലെന്നേ. അല്ല, നമ്മൾക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം ചെറിയ പയ്യനാണ്, അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ചിലപ്പോൾ ഒരു പക്ഷേ ബോൺ ആക്ടർ ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ ഹാർഡ് വർക്ക് വേണ്ടി വരും, ഹോം വർക്ക് വേണ്ടി വരും. അങ്ങനെ ഒരാളായിരിക്കും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് പടം തന്നെ ക്ലിക്ക് ആവും. അങ്ങനെ അഭിനയം എന്താന്ന് പഠിക്കണം. അല്ലാതെ ഉള്ള പൊട്ടപ്പടത്തിലെല്ലാം കൊണ്ട് കൈ വെക്കുന്നു, 8 നില പൊട്ടുന്നു. നമുക്കൊരു എക്സ്പീരിയൻസ് വേണ്ട അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസറിനെ മുടിഞ്ഞു കുത്തുവാള എടുപ്പിക്കാനാണോ ഇറങ്ങിത്തിരിക്കുന്നത്? അങ്ങനെയല്ല, പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ 2-3 പടം ചെയ്തിട്ട് വർക്ക് ആകുന്നുണ്ടോ, അതിലൊരു പടം ചിലപ്പോൾ വർക്ക് ആയേക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡബിങ്ങിലോ ഒരു ഡയലോഗ് ഡെലിവറിയിലാണ് പറയുന്ന ഈ മാധവ് സുരേഷിന് ഒരു പാളിച്ച പറ്റി. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. പക്ഷേ തീർച്ചയായിട്ടും കഴിവിനെ കഴിവായിട്ട് നമ്മൾ അംഗീകരിക്കും. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് തന്നെ നമ്മൾ പറയും. ഇത് ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്. സിനിമാ മേഖല, ഈ പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രി, ഇവിടൊക്കെ നമ്മളായിട്ട് വരുമ്പം പോലും ഒരു 100 കമന്റ് എന്നെ തെറി വിളിച്ചാലും നിമിഷയെ തെറി വിളിച്ചാലും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ ഈ മാധവ് സുരേഷിന് ഒരുപാട് ഹേറ്റേഴ്സ് ഒക്കെ വന്നതിന്റെ കാരണം നമ്മൾ ഈ ദിയ കൃഷ്ണയുടെ ഒക്കെ പറഞ്ഞ പോലെ ഒരു എടുത്തുചാട്ടവും ആ സംസാര രീതിയായിരിക്കാം. പുള്ളിക്കാരൻ എല്ലാത്തിലും കയറി ഇടപെടും, റിയാക്ട് ചെയ്യും. അത് ആ പ്രായത്തിന്റെ ഒരു പക്വത കുറവായിരിക്കാം. നമുക്ക് അതിനെ ഒരാളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ ആള് മാറിപ്പോയി. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. ഈ അശ്വന്ത് കോക്കിന് 1 ലക്ഷം രൂപയുടെ ആവശ്യമില്ല. അശ്വന്ത് കോക്കിന്റെ ഒരു രോമത്തിൽ പോലും 1 ലക്ഷം രൂപ ഏക്കത്തില്ല. ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ പറഞ്ഞ ഒരു മര്യാദയുണ്ട്. പക്ഷെ അശ്വന്ത് കോക്കിനെ പോലെ ഒരാൾ പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അധ്യാപകനായിരുന്നു. ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം, അശ്വന്ത് കോക്കിന്റെ ഒരു റിവ്യൂവിന്റെ റീച്ച്
10 വ്യൂസോ 20 വ്യൂസോ അല്ല, 300K 400K 500K. ഇത് ഇപ്പോഴും അശ്വന്ത് കോക്കി റിയാക്ഷൻ വീഡിയോ ഇട്ടതിൽ തന്നെ നമുക്ക് അതിന്റെ വ്യൂസ് നോക്കിയാൽ വ്യൂസ് മനസ്സിലാവും. നോക്കിയാൽ അപ്പൊ മനസ്സിലാവും. ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാധവ് സുരേഷിന് ആളെ ശരിക്കും അങ്ങ് പിന്നെ പിടികിട്ടി. ഒരു കാര്യമുണ്ട്, മാധവ് സുരേഷിന് ഇന്ന് 100 പേർക്കാണ് അറിയാമെങ്കിൽ അശ്വന്ത് ഗോക്കിനെതിരെ സംസാരിച്ചതിൽ ഇപ്പം 1000 പേർക്ക് അറിയാം കേട്ടോ. അതെ, ഫെയിം കൂടി അശ്വന്ത് പക്ഷെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിന് ഭയക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. എന്തിനു ഭയക്കണം? ഭയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കാണുന്ന ഒരുപാട് എന്റെ ഫ്രണ്ട്സ് അടക്കമുള്ള ആൾക്കാരുണ്ട്. അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ഒന്ന് നോക്കട്ടെ, വെറുതെ പോയി പൈസയുടെ പടം കളയണ്ടല്ലോ, അങ്ങനെ പറയുന്നവരുണ്ട്. പടത്തിന്റെ പൈസ കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് പോകാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഞാൻ നോക്കും അശ്വന്ത് കോക്കിന്റെ റിവ്യൂ എങ്ങനെയാ നോക്കാം, വേണ്ട OTT വരട്ടെ എന്നിട്ട് കാണാം, അങ്ങനെ ഞാൻ അതായത് മറ്റ് റിവ്യൂ ഉള്ള ആളുകളിൽ നിന്ന് അശ്വന്ത് ഗോക്കിനെ എപ്പോഴും വ്യത്യസ്തരാക്കുന്നത് ഒരു സാധാരണക്കാരന് മനസ്സിലാവേണ്ട ഭാഷയിൽ, ഒരു സാധാരണക്കാരൻ പടം കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ദൃശ്യമാണ് അല്ലെങ്കിൽ തോന്നുന്ന ഒരു സംസാരമാണ് അശ്വന്ത് ഗോക്ക് സംസാരിക്കുന്നത്. അതാണ് അശ്വന്ത് ഗോക്കിന് അത്രമേൽ ആളുകൾ ഏറ്റെടുക്കുന്നത്. പിന്നെ ഞാൻ നിമിഷയോട് നിമിഷ ഇന്റർവ്യൂവിന് ഒരു ചാൻസ് തരാം, എനിക്ക് 1 ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തരുന്നത് ഒന്നെങ്കിൽ ഗൂഗിൾ പേ വഴിയായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ വഴിയായിരിക്കും. തെളിവ് എവിടെ? ഇത് ആവശ്യപ്പെട്ടു എന്നല്ലേ പറയുന്നത്. തെളിവ് എവിടെ? ഞാൻ ആവശ്യപ്പെട്ടെങ്കിൽ ഒരു റെക്കോർഡ് കാണുമോ? എനിക്ക് തോന്നുന്നു ഇത് ഒന്നും ആലോചിക്കാതെ പറഞ്ഞൊരു കാര്യമായി. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈ സിനിമ ഇപ്പൊ 10 പേര് കണ്ടില്ലെങ്കിലും അറിഞ്ഞു കേട്ടോ. സത്യം, നല്ലൊരു പബ്ലിസിറ്റിയാണ്. അതും അശ്വന്ത് കോക്ക് കാരണമാണ്. അശ്വന്ത് ഗോക്ക് കാരണമാ. അതാണ് അശ്വന്ത് കോക്കിന്റെ നെയിം ഒരു ബ്രാൻഡ് പോലെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പടം അവിടെ ഹിറ്റാണ്. അത് ചെറിയ റേഞ്ച് ഒന്നും അല്ല നിമിഷ, അത് റേഞ്ചാ. പക്ഷെ അശ്വന്ത് കോക്കിന് സത്യസന്ധമായിട്ട് പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് അശ്വന്ത് കോക്കിന്റെ റിയാക്ഷൻ കണ്ടാൽ അറിയാൻ അറിയാം. അതിൽ പറ്റും. ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളും മൊത്തം നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയി. ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പഴി കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണേ. പക്ഷെ ഈ പ്രൊഡ്യൂസർ വിചാരിച്ച് ഇത് തന്നെയാണോ? എന്തായാലും പടത്തിന്റെ പേര് ഇപ്പൊ 4 ആൾക്കാർക്ക് അറിയാം. അശ്വന്ത് കോക്ക് പറഞ്ഞത് കാരണം, പൈസ കൊടുത്തോ ഇല്ലയോ അശ്വന്ത് കോക്ക് കാരണം പടം റീച്ചായി. കാരണം ഇത് എന്തായാലും പടത്തിന് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, പിന്നെ അശ്വന്ത് ഗോക്ക് ഈ 1 ലക്ഷം മേടിച്ചെങ്കിൽ അശ്വന്ത് ഗോക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരത്തില്ല, മിണ്ടാതിരിക്കത്തുള്ളൂ അവിടെ. സത്യം പറഞ്ഞാൽ ഇനി അശ്വന്ത് കോക്കിന് പൈസ കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ പടം റീച്ചായിട്ടുണ്ട്. കാണുമോ ഇല്ലയോ എന്നുള്ളത് പൈസ മേടിക്കത്തില്ല. അതിനേക തെളിവ് എനിക്കറിയാം. പൈസ മേടിക്കാനാണെങ്കിൽ അശ്വന്ത് ഗോക്ക് ഒരു 10 നില വീടും സ്വന്തമായിട്ട് വിലക്ക് മേടിക്കും. ഇതിൽ മാധവ് സുരേഷ് വന്നിട്ട് എന്തൊക്കെ ഈ പറയുന്നേ, കോണ. പക്ഷെ നമുക്ക് മാധവ് സുരേഷിനെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കണ്ട. ഭാവിയിൽ ചിലപ്പോൾ നല്ലൊരു ഭാവിയിൽ നല്ലതാകണം. മലയാള സിനിമയിൽ നിന്ന് മാധവ് സുരേഷിനെ പൂർണ്ണമായി മാറ്റി നിർത്താൻ ആരും പറയുന്നില്ല. ഒരു സാധനം അറിയത്തില്ല. 1, 2, 3 അഭിനയിക്കുന്ന പടങ്ങളെല്ലാം 8 നില പൊട്ടുവാ. ഇന്ന് തള്ളിപ്പറഞ്ഞ ആൾക്കാർ തന്നെ ഒരു പക്ഷെ നാളെ മാധവ് സുരേഷിനെ നല്ലത് പറയുന്ന ഒരു ദിനം വരട്ടെ. നമ്മൾ ഒരിക്കലും മോശം പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മാധവ് സുരേഷിന് കഴിവുണ്ടെങ്കിൽ കഴിവ് തെളിയിച്ച് കാണിക്കണം. 1. 2, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അശ്വന്ത് ഗോക്ക് ഞങ്ങളോട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അവന്റെ പക്വതക്കുറവായിട്ട് എല്ലാം അവന്റെ പക്വതക്കുറവെന്ന് പറയല്ലേ? എല്ലാം തെമ്മാടിത്തരം കാണിച്ചിട്ട് പക്വതക്കുറവ്, ബോധമില്ലാത്തവൻ. അല്ല, അത് തെറ്റാണ്. നമ്മൾ തെറ്റായിട്ട് പറയും. പക്ഷെ നമ്മൾ ഏതൊരു താരവും നെഗറ്റീവ് ആണെങ്കിലും ഒരു കാലത്ത് എല്ലാവരും ഡൗൺ ആയിട്ട് പിന്നീടാണല്ലേ അവര് ആദ്യം തന്നെ ഉയർന്നു വരുന്ന ആൾക്കാരും. അഭിനയം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ഈ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു വ്യക്തി ചോദിക്കാത്ത പൈസയുടെ പേരിൽ ചുമ്മാ വന്ന് വിളിച്ചു പറയാൻ ഇതെന്തോ ഇത് വെള്ളരിക്കപ്പെട്ടണവോ? ഇത് കേരളവാ, നമ്മളെല്ലാം നിന്ന് അരിയാകാരവാ. ഇത് ഏത് പൊട്ടണം മനസ്സിലാകും? അല്ല, ഇതിന് വേറെ കാര്യം എന്തോ? അത് എന്താണെങ്കിലും ഈ കൊച്ചിർക്കം പറഞ്ഞതിന്റെ പേര് നല്ല രീതിയിൽ റിയാക്ഷൻ അശ്വന്ത് കോക്കിനേക്കാളും നല്ല റീച്ച്, അത് നല്ല രീതിയിലാണ് കൊടുത്ത. ആ റിയാക്ഷൻ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലാവും ആ ഫിലിമിനേക്കാളും റീച്ച് ഉണ്ട് അശ്വന്ത് കോക്കിന്റെ ഈ റിയാക്ഷന് പോലും. ഇതിൽ അശ്വന്ത് കോക്ക് പറയുന്നുണ്ട്, ഞാൻ ഒരു സുരേഷ് ഗോപി ഫാനാ. അതെ, എനിക്ക് അപ്പനെ ഭയങ്കര ഇഷ്ടമാണേ. പുള്ളിയുടെ ഓരോ സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ രോമാഞ്ചവാ. അതുപോലെ ഗോകുൽ സുരേഷിന്റെ കാര്യം എടുത്തു പറയുന്നു. ഗോകുൽ സുരേഷിന്റെ പടം പോലും അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മാധവ് സുരേഷിന്റെ ഈ ഒരു റിയാക്ഷൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് അശ്വന്ത് ഇത്രയും പ്രകോപിതനായതല്ലേ. ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ പോലും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇങ്ങനത്തെ ഈ ഞട്ടാഞ്ഞുട്ട കേസില്. പക്ഷെ അത്രമേൽ ആൾക്ക് പൊട്ടിയെങ്കിൽ ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കില്ലെന്നേ. ഇനി 1 ലക്ഷം മേടിച്ചെങ്കിൽ പുല്ല് പോലെ ഞാൻ മേടിച്ചു. അതാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും മാധവ് സുരേഷിനും ഒരുപോലെ നല്ല രീതിയിൽ ഉയരാൻ പറ്റട്ടെ. കഴിവ് കൊണ്ട് തന്നെ 4 ആള് ഫിലിം സിനിമ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ ഫഹദ് ഫാസിൽ ചെയ്ത പോലെ മലയാളത്തിന്റെ മുത്തു നടനെ ഞാൻ വിശേഷിപ്പിക്കും. അഭിനയം പഠിച്ചിട്ട് വന്ന് കാണിക്കുക. അതിനുള്ള സ്പേസ് മലയാള സിനിമയെ ഒരുക്കിയിട്ടുണ്ട്, മലയാള സിനിമ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യാത്ത തെറ്റിന്റെ പേരിലും ചെയ്യാത്ത കാര്യത്തിന്റെ പേരിലും ഇങ്ങനെ അപരാധങ്ങൾ വിളിച്ച് പറയാതിരിക്കുക. വിളിച്ചു പറഞ്ഞ അശ്വന്ത് കോക്ക് കണ്ണാക്കി തന്നതുപോലെ തന്നെ നല്ല മറുപടി ഇനിയും പ്രതീക്ഷിക്കാം, തരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും
അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.